ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് നമ്മുടേത് ഒരു ഹോം ടൂർ ആണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഉച്ച സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ നല്ല വെയിലൊക്കെയാണ്, അതുകൊണ്ട് തന്നെ അധിക നേരമൊന്നും ഞാൻ വെളിയിൽ നിൽക്കുന്നില്ല. ഒന്നാമത് പ്രഗ്നൻറ്റും കൂടെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗേറ്റിൻ്റെ വാതിക്കേന്ന് ഞാനിങ്ങനെ അകത്തോട്ട് കയറുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ റൂബിയുടെ കൂടാണ്. റൂബി ആണെങ്കിൽ എന്നെ നോക്കിയിരിക്കുമോ, ഇവൾ എന്തുവാ ചെയ്യുന്നതെന്നും പറഞ്ഞു. റൂബിനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അവളുടെ വീഡിയോ എടുത്തിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാറ്റൊക്കെ ഉണ്ട്, എന്നാലും നല്ല വെയിലുമാണ്. വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിൽ നല്ല കാറ്റൊക്കെയാണ്. നമുക്കിവിടെ കസേരയൊക്കെ ഇട്ട് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലും നല്ലത് നമ്മുടെ അടുക്കള വശത്ത് ഇരിക്കുന്നതാണ്. അതാണ് നല്ല പോലെ കാറ്റ് വീശും, അവിടെ ഇരിക്കുവാണെങ്കിൽ നല്ല രസവുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് സിറ്റ് ഔട്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ രണ്ട് നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തത് ഞാൻ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ എല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുവാണ് ദേവ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു നമുക്ക് ഹാളിലേക്ക് പോകാം. അപ്പോൾ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് അവിടുത്തെ ലൈറ്റൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിലേക്ക് പോവുകയാണേ. ലൈറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് ഹാളിലത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഹോം ടൂർ ചെയ്യണമെന്ന്, പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് പറ്റാതെ പോവുകയാണേ, പിന്നെ മടിയും. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ ഞാനൊരു പൂവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുന്നതും ടി വി കാണുന്നതും. അപ്പം നമ്മൾ പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടങ്ങ് കുഞ്ഞായി പോകും ഹാള്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഹാളിൽ ഇരിക്കുമ്പോഴും നമുക്ക് എല്ലാം കാണാം, മുറിയും എല്ലാം കാണാം. അതൊന്നും കുഴപ്പമില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു, പാർട്ടീഷൻ ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നിയത് കൊണ്ടാണ് പാർട്ടീഷൻ ചെയ്യാഞ്ഞത്. അപ്പോൾ ചൂട് കൊണ്ടാണ് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ കുറച്ചു നേരമൊക്കെ ഇരുന്ന്. എല്ലായിടത്തും ചൂടുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണെങ്കിൽ ചൂട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഡൈനിങ് ഏരിയയും കാണിക്കാം, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാനാണെങ്കിൽ ക്യാമറ എടുത്തുകൊണ്ട് ഇനി നമുക്ക് ഡൈനിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകാം. ഇവിടെ ഇരുന്ന് നമുക്ക് ടി വി കാണാം. രണ്ട് ഭാഗത്ത് നമുക്ക് ഇരുന്ന് ടി വി കാണാനൊക്കെ സാധിക്കും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ആ ടീപ്പോയ്ക്കകത്ത് ഞങ്ങൾ ഇട്ടിരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ബബിൾസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, നല്ല കളർഫുൾ ആയിട്ടുള്ള. അപ്പോൾ അത് തന്നെ നമ്മൾ നേരെ നമ്മുടെ ഡൈനിങ് ടേബിളിനകത്തും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ വാഷ് ഏരിയ ആണ് ഇത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സമയം ദേവയാണ് കേട്ടോ ലൈറ്റ് ഇടാനായിട്ട് ഓടി വരുന്നത്. ലൈറ്റ് വിട്ട് ഇവിടെ എല്ലാം വെള്ളമാക്കാൻ നല്ല മിടുക്കിയാണ് ആള്. പിന്നെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ കുഞ്ഞു ഫോട്ടോസൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് ഈ ഒരു ചെറിയ സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ ദേവ പറയുവാണ് നമുക്ക് ലൈറ്റും കൂടെ കാണിച്ചു കൊടുക്കാമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതൊന്നും കൂടെ ഒന്ന് ഓണാക്കിയൊക്കെ കാണിച്ചു. നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, ഒരു 3-4 ലൈറ്റൊക്കെ കളർ ലൈറ്റൊക്കെ ഉണ്ട് അതിനകത്ത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ 2 ഫോട്ടോ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലമാരയാണിത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ദേവയുടെ വണ്ടിയൊക്കെ മുകളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ദേവയുടെ മേക്കപ്പ് ഏരിയ ആണ്. ഇവിടെയാണ് അവൾ മേക്കപ്പ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവയുടെ 2 ഫോട്ടോ ഒക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുറി. പിന്നെ നമ്മൾ മുറിക്കാത്ത ഒരു ഫാമിലി ഫോട്ടോയും കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ. അപ്പോൾ ബെഡ്റൂം ഇത്രയും നമ്മൾ ഉള്ളു കേട്ടോ. വേറെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കുമേ. പിന്നെയാണ് നമ്മുടെ ടി വി ഏരിയയിലേക്ക് വരുവാണെങ്കിൽ അവിടെയാണെങ്കിൽ നമ്മൾ റൂബിയുടെ ഫോട്ടോസും പിന്നെ ദേവയുടെ ഫോട്ടോസ്, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ റൂബിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇതിനകത്തുണ്ട്. അത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവൾ അടങ്ങിയൊക്കെ നിന്ന് തരുമായിരുന്നു ആദ്യമൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെ നമ്മൾ കുറച്ച് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വേറൊരു മുറിയാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ അങ്ങനെ കിടക്കാറൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ മറ്റൊരു മുറി. പക്ഷേ ഈ മുറിയിൽ നല്ല ചൂടൊക്കെ കുറവാണ് കേട്ടോ.
നല്ല തണുപ്പാണ് ഈ മുറി കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെലിവറി ബാഗൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മുറി എന്ന് പറയുന്നത്. മറ്റേ മുറി അപേക്ഷിച്ച് ഈ മുറിയാണ് കേട്ടോ നല്ല തണുപ്പുള്ള മുറി. അവിടെ AC ഉണ്ടെങ്കിലും ഇവിടെയാണ് നല്ല രസം, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ മുറി അതാണ്, AC ഇല്ലാതെ. അപ്പം അടുത്ത് നമുക്ക് കാണാൻ നമ്മുടെ അടുക്കള വർക്ക് ഏരിയ, ആ ഭാഗമൊക്കെ ഒന്ന് കാണാം. ഞങ്ങളുടെ അടുക്കളയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രീതിയിലുള്ളൊരു അടുക്കളയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ ആദ്യം വർക്ക് ഏരിയ ആണ് വരുന്നത്. വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അടുപ്പ് കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലമല്ല ഇത്. ആദ്യം കയറുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഓവനൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് സ്റ്റോറേജ് കാര്യങ്ങൾ, വാഷിംഗ് ഏരിയയും വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് വെക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടുന്ന് നേരെ ചെല്ലുമ്പോഴാണ് നമ്മുടെ അടുക്കള കാണുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ. നമ്മൾ അടുപ്പൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അടുപ്പൊന്നും ഇല്ലാത്ത, നമ്മൾ ഗ്യാസിൽ റെഡിയാക്കി എടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അടുപ്പ് നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുക്കള ഭാഗം എന്ന് പറയാനായിട്ട്. എല്ലായിടവും സ്റ്റോറേജ് ഉണ്ട്, മുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചോറും കറിയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത്. അടുക്കളയിൽ നമ്മളൊരു ഫാനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചൂടിന് നല്ല അടിപൊളിയാണ്, അതുകൊണ്ട് ഫാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഫാൻ ഇട്ടാലും നമുക്ക് അടുപ്പിൽ നിന്ന് പാചകം ചെയ്യുന്നതൊക്കെ കണക്കായിരിക്കുമേ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വർക്ക് ഏരിയ. അതായത് ആദ്യം നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ വരുന്നത്. വർക്ക് ഏരിയ എന്നാണ് പിന്നെ നമ്മുടെ അടുക്കളയിലോട്ട് വരുന്നത്. അപ്പോൾ വർക്ക് ഏരിയ ഇതാണ്. പണ്ടത്തെ ഇടനാഴിയൊക്കെ ഇല്ലേ, അതുപോലൊക്കെ ഇരിക്കും. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ഇത് വെളിയിൽ വന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അടുക്കള ഭാഗം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ നമ്മൾ അടുക്കളയുടെ വെളിയിൽ അതായത് അടുക്കള ഭാഗം കാണിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത്. പിന്നെ ഞാൻ ഇറങ്ങി. ഇത് നല്ല ഉച്ചയായതുകൊണ്ട് നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വെയിലത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ ഒന്ന് ഇറങ്ങി ഒന്ന് വീഡിയോ സെറ്റ് ചെയ്ത് കുറച്ച് എങ്കിലും എടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി കേട്ടോ. ഈ സമയത്തൊന്നും ഇവിടെ ഇറങ്ങിയിരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ വൈകുന്നേര സമയത്ത് നല്ല കാറ്റായിരിക്കും ഇവിടെ, നല്ല രസമാണ്. ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചെടിയൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ച് വരുന്നുണ്ട്. ഇനിയും വെക്കണം, കാരണം അത്രയും തണൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാറ്റും കിട്ടും, നല്ല രസമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാവേ. ഇവിടെ കസേരയൊക്കെ ഇട്ട് വന്ന് ഇരിക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ മൾബറി, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറിച്ച് തിന്നുകയും ചെയ്ത് ഇവിടെ ഇരിക്കാം, നല്ല രസമാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്, ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ കാണിക്കാനാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ അടുത്താണ് നമ്മൾ കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ. മുകളിലത്തെ ഭാഗമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ മുകൾ ഭാഗം കാണിച്ചിട്ടില്ല. അപ്പം ഇനിയൊരു വീഡിയോയിലേക്ക് നമുക്ക് അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്, പിന്നെ നമ്മുടെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.